ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? അത് തുടല്ലേ, ഞാൻ പുതിയൊരു മൈക്ക് വാങ്ങിയതപ്പോ എനിക്കൊന്ന് ആലോചിക്കുമ്പോ ചിരി വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാനൊരു വീഡിയോ ചെയ്തിന്, മിഞ്ഞാന്നല്ല 4 ദിവസമായി. പഠിച്ചോണ്ടിരിക്കും ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരികയാണ്. എന്താ കാരണം? തെറി കമന്റിന്റെ കമന്റ്. എന്താണ് ആ തെറി കമന്റ്? നിങ്ങൾക്ക് ഞാൻ സൈഡിൽ കാണിച്ചരാ. നല്ല അടിപൊളി കമന്റുകള്. വൃത്തില്ലേ 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 പറയുന്നു. അമീക മോൾക്ക് ഇട്ടൊരു ലൈക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്താ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാല്, നിങ്ങളോട് എനിക്ക് അമീക കൊളാക്കല്ല. അപ്പേ നിങ്ങളിന്റെ വൃത്തിയില്ലായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത്. നിങ്ങളല്ല, എല്ലാരും ഞാൻ പറയില്ല. എന്റെ പ്രിയപ്പെട്ട നല്ലവരായ എന്റെ സബ്സ്ക്രൈബർമാരുണ്ട്, നല്ലവരായ ലൈക്ക് അടിച്ചവരുണ്ട്, നല്ലവരായ കമന്റ് ഇട്ടവരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ അരി എത്ര വട്ടങ്ങളൊക്കെ കഴുകാറുള്ളത്? നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു അരി എടുക്കുമ്പോൾ 4-5 പ്രാവശ്യം കഴുകണം. കഴുകിയിട്ടില്ലെങ്കിൽ അതിൽ അണുക്കൾ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഞാൻ 4-5 പ്രാവശ്യം കഴുകിക്കൊണ്ടുവന്ന അരിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ 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 കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടോ, 4 പ്രാവശ്യം 5 പ്രാവശ്യമാണ് ഞാൻ കഴുകാറുള്ളത്. നിങ്ങളൊക്കെ എത്ര പ്രാവശ്യം കഴുകൽ എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ കഴുകുകയാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ള 4-5 പ്രാവശ്യം കഴുകിയെടുത്ത അരിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് കണ്ടമാനം ഉഴുന്നൊന്നുമില്ല, പാകത്തിന് ഉഴുന്നാണ്, പാകത്തിന് ഉലുവയുമാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കുറെ ഇല്ല കേട്ടോ, കുറെ ഇല്ല. നിങ്ങൾ കണ്ടോളി 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 കണ്ടോളി, ഇതാണ് അളവ്. അപ്പോ നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണ്? അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, വീണ്ടും ചോദിക്കട്ടെ, നിങ്ങൾ മിക്സിന്റെ ജാറെടുത്ത നല്ല വൃത്തിക്കാണോ കഴുകാറുള്ളത്? കഴുകണം പ്രിയപ്പെട്ടവരെ, നല്ല രീതിക്ക് കഴുകിയാലാണ് നല്ല രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇന്റെ മിക്സിന്റെ ജാറുകൾ കണ്ടോ, ടെണ്ടടൻ ടെണ്ടടൻ. എന്നിട്ടാങ്ങൾ എന്നോട് വൃത്തിയില്ലായ്മയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ എനിക്ക് പറയണം തോന്നി, ഞാൻ പറഞ്ഞു. അല്ലാതെ നിങ്ങളോട് എനിക്ക് യാതൊരു ഇഷ്ടക്കുറവോ ഇല്ല. എന്റെ വൃത്തിയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പോ എനിക്ക് നന്ദിയുണ്ട് എല്ലാവരോടും. മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിച്ചവരും. വീഡിയോ വലിച്ചു നീട്ടാൻ ഞാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നല്ല ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടത് എന്താണ്? വലിയുള്ളി എന്തായാലും നിർബന്ധ. വലിയുള്ളി ചേർത്താലാണ് നല്ല രീതിക്ക് നമ്മളെ മാവ് റെഡിയായി കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താക്കാം, ഈ അരി നമ്മള് മിക്സിന്റെ ജാറിൽ ഇട്ടെടുക്കാം. ഈ അരി നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന് ഇങ്ങനെ 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 ഈ കണ്ണ് ചൊറിഞ്ഞു ആരും വരരുത് കേട്ടോ. അത് നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് നമ്മൾ ഇത് ഇങ്ങോട്ട് ഇടാൻ പോവാണ്. മിക്സിന്റെ ജാറിലേക്കാണ് നമ്മൾ ഇടുന്നത്. നിങ്ങൾ കണ്ടോളി, നല്ല കണ്ടോളി. എന്നിട്ട് നിങ്ങൾ റെഡിക്ക് ഉണ്ടാക്കിക്കോളി. പ്രത്യേകിച്ച് ഒരളവോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്തുവാച്ചാ പറഞ്ഞോളൂ. ഉണ്ടാക്കാത്ത റെസിപ്പിക്ക് എന്നെ കുറിച്ച് കുറ്റം പറയരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടു. ശ്വാസമുട്ടലായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ശ്വാസമുട്ടലുള്ളവരോട് അവരുടെ അവസ്ഥ പറയണ്ടല്ലോ. ശ്വാസമുട്ടലുള്ളവരും അതുകൊണ്ടാണ് എനിക്ക് ചുമ വരുന്നത്. അപ്പോൾ ചുമയുള്ള ആളുകള് ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല. തുമ്മലുള്ള ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ആരുണ്ടാക്കി തരാം? നമുക്ക് നിങ്ങൾ വന്നിട്ട് ഉണ്ടാക്കി തരുമോ? ഇല്ല. പിന്നെ ഞങ്ങള് ഇതിട്ടോളിട്ടോ. അപ്പൊ എല്ലാരോടും അല്ലട്ടോ പറഞ്ഞത്, ഇന്നെ കുറ്റം പറഞ്ഞ തെറി കമന്റ് ഇട്ട ആളുകളോട് പ്രത്യേകം പറഞ്ഞാണ്. അപ്പൊ നമ്മള് ചോറ് 2-3-4 വട്ടം കേക്ക് കൊണ്ടുവന്ന് ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മള് വീഡിയോ വലിച്ചു നീട്ടണില്ല. ഈ ചോറ് നമ്മള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അളവും കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു അളവ് ഒന്നുമില്ല. നമ്മള് പെട്ടെന്ന് തന്നെ വീഡിയോ ഇതാക്കണം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാണ്ടായിനി, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പഞ്ചസാര നമ്മൾ ഇട്ടെടുക്കുക. കുറച്ച് ഇങ്ങനെ നമ്മള് പഞ്ചസാര ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ അടുത്തായിട്ട് നമ്മള് ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പപ്പൊടിയാണ് ഇട്ടത്. ഇത് നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താല് ഏത് മാവും സൂപ്പറായി കിട്ടും. ഇഡ്ഡലി, ദോശ, വെള്ളപ്പം ഇതുപോലെ ഇങ്ങനത്തെ ഐറ്റംസുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡബിൾ ഹോയ്സ് ഇട്ട് കൊടുക്കണം. ഇത് സൂപ്പറാണ്, അടിപൊളിയാണ്. ഇതിന്റെ പരസ്യം കാര്യങ്ങളും പറയല്ല. 1 ടീസ്പൂൺ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളെ മാവ് സൂപ്പറായി അടിപൊളിയായിട്ട് പറക്കും. ഇതാണ് ഡബിൾ ഹോയ്സ്. ചോദിച്ചു വാങ്ങണം, കടയിൽ പോയിട്ട് ഡബിൾ ഹോയ്സ് തന്നെ വേണം. ഒരു പാക്കറ്റ് വാങ്ങിയാൽ 1 മാസത്തോളം നമുക്ക്, 1 മാസമല്ല, ഒരു 5-6 മാസം നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും. നമ്മൾ 1 ടീസ്പൂൺ വെച്ചിട്ടാണ് ഇതിന്റെ മായാജലം നമ്മൾ നടത്തുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ആണോ? അപ്പൊ നിങ്ങള് പഞ്ചസാര ഇട്ടോ, വലിയ ഉള്ളി ഇട്ടോ, ഡബിൾ ഹോയ്സ് ഇട്ടു. ഇനി അടുത്തായിട്ട് നമ്മൾ പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചെടുത്താൽ നമ്മുടെ മാവ് റെഡിയായി. അപ്പൊ ഞാൻ ഉപ്പെടുക്കട്ടെ. ഉപ്പ് പാത്രത്തിൽ നിന്ന് ഉപ്പെടുക്കട്ടെ. അപ്പൊ ഞാൻ ഉപ്പിടാൻ പോവാണ് കേട്ടോ. ഉപ്പ് ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടു.
ഇനി കുറച്ച് വെള്ളം എടുത്തന്നാ, ഇതിക്ക് കുറച്ച് വെള്ളം എടുത്ത. അപ്പൊ നമ്മള് ഇതില് വെള്ളം ഒഴിച്ചിട്ട് അരി അരക്കാൻ പോവാ. ഇതാക്കണ്ടോ, ഇതിൽ എത്ര വെള്ളമാണ് നമ്മള് ഒഴിക്കണത്. നമ്മള് അരി അരക്കാൻ പോവാ. സുമാറ് വെള്ളം ഒഴിച്ചെടുത്താ റെഡി ആവട്ടോ. നമുക്ക് ഇത് അരച്ചെടുക്കാം. നമുക്ക് അരച്ച് വിട്ട് വരാം. സെറ്റ് അല്ലേ? എല്ലാരും ഉണ്ടാക്കൂലേ? അടിപൊളിയാണ്, സൂപ്പറാണ്. അരച്ചിട്ട് വരാം. ഓക്കെ, എല്ലാരും ഉണ്ടാക്കണേ. ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മുടെ മാവൊക്കെ ഞാൻ റെഡിയാക്കി വന്നിട്ടുണ്ട്. ക്യാമറ ശരിയുന്നുണ്ട്. ഒക്കെ ഞാൻ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാത്രം എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണേ. പാത്രം നമ്മൾ ഉപയോഗിക്കണില്ല എന്ന് കരുതിയിട്ട് നമ്മൾ കഴുകാതെ നിൽക്കരുത്. നമ്മൾ വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഈ മാവ് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. കാണിക്കുമ്പോൾ ഇത് ചരിക്കേണ്ടി വരും. നിങ്ങൾ കാണണ്ടോ മാവ്? ഉണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ എടുക്കണം മാവ് ഞാൻ ചരിച്ചിരിക്കുമ്പോൾ ഇതുപോലെയാണ് മാവ് ഉണ്ടാവുക. എന്താ പറയാ ഇതിന് ബബിൾസ് ഉണ്ടാവണം. മാവില് ബബിൾസ് ഉണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിക്കാം. സെറ്റില്ല? മനസ്സിലായോ? ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. മിക്സി ഒന്ന് ചാറ്റിയിട്ട് ഒഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മളെ അരി അരച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കാം. ഈ ഒരളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല കുഴിയുള്ള പാത്രത്തിലായതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചല്ലേ ഉള്ളൂ. ഇനി രാവിലെ നല്ല പൊങ്ങി സൂപ്പറായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ അപ്പൊ അത്രേ പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കമന്റുകൾ ഇടുക. നിങ്ങൾ ബാഡ് കമന്റ് ഇട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നല്ല കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. നന്നാക്കാന്നുള്ളതാണ് എൻ്റെ വീഡിയോ. പക്ഷേ എങ്കിൽ എനിക്ക് ഫുള്ള് ഒരാളൊരു കമന്റ് ഇട്ടാല് അതിന്റെ പിന്നാലെ കുറെ കമന്റ് വരുമ്പോൾ ഡിലീറ്റ് ആക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ഡിലീറ്റ് ആക്കില്ല. ഓക്കെ, ഇത് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമ്മളെ മാവുള്ളത്. കണ്ടോ? ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നമ്മൾ ഇത് അടച്ചേക്കാൻ പോവാണ്. റൈസ് കുക്കറിലോ തെർമോകോളിന്റെ പെട്ടിയിലോ എവിടെ വെച്ചാല് നിങ്ങൾ വെക്കുക. നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കും. ഇതിലേക്കാണ് കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്, സീ യു. ഹലോ, എന്തൊക്കെയുണ്ട്? രാവിലെ ആയിക്കോണ്. നമ്മള് രാവിലെ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇഡലിന്റെ പാത്രം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല പൊങ്ങിയിരുന്നു കേട്ടോ. എന്നിട്ട് കാണാപ്പൊണ്ടാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല നരയും പതയൊക്കെ ഉള്ള മാവാണ് റെഡി ആയിട്ടുള്ളത്. കാണിക്കാം. ചായപ്പൊടി, വെള്ളരിക്ക.
ഇഡലി ഉണ്ടാക്കാവുന്ന ഇഡലിക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വെള്ളം വെച്ചെടുക്കാം. ഗ്യാസുമ്മൽ ചൂടാകുമ്പോഴേക്ക് അടുപ്പിൽ നമുക്ക് തേങ്ങ അരച്ചുകൊണ്ടിരാം. ഇഡലി മാവക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. റെഡിയാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല കോലത്തിലുള്ള ഒരു മാവാണ് കിട്ടുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് കാണുന്നുണ്ടോ നിങ്ങള്? കണ്ടില്ലേ? ഇതാണ് മാവ്. അടിപൊളിയാണ്. ഉണ്ടാക്കിയിട്ട് കാണിക്കാം. നമ്മൾ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഈ തട്ട് ഇഡലി കുക്കറിൽ വെച്ചിട്ട് ഇതിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. മിക്സി നല്ലവണ്ണം വൃത്തിക്കന്നെ കഴുകണം. ഇതുപോലെ കഴുകിയെടുക്കണം. നമ്മൾ മിക്സി ഉപയോഗിക്കാതെ നിൽക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലുമൊക്കെ വന്നുകൂടും. അതുകൊണ്ട് നല്ല വൃത്തിക്ക് ഇതുപോലെ നീറ്റാക്കിയിട്ട് 2-3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇട്ടിട്ട് വെക്കാം. നമുക്ക് ഈ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രാത്രിക്കത്തെ അത്ര ഉഷാറ് കിട്ടണില്ല, എന്താ പറയില്ല. രാവിലെ ആയിട്ടാ തോന്നുന്നു വീഡിയോ എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. എന്നാലും ഞാൻ എടുത്തു വെച്ച വീഡിയോ കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ചു. ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കുന്നുണ്ട്, വെളുത്തുള്ളി വെറ്റുള്ളി ചേർക്കുന്നുണ്ട്, ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടണം ചട്നി കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കൊണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ആയിക്കാരം. ഇനിയിപ്പോൾ കൈകൊണ്ട് തേങ്ങ വാരിയിട്ടാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ കാലുകൊണ്ട് വാരിയിടാൻ പറ്റില്ലല്ലോ. കൈകൊണ്ടല്ലോ തേങ്ങ എടുത്ത് കണ്ടിടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കൈകൊണ്ടിട്ടത്. പിന്നെ ഞാൻ എൻ്റെ മക്കൾക്കാണ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ കൈയിട്ട് കണ്ട് ഉണ്ടാക്കിയെടുക്കുക. മറ്റാർക്കെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കയ്യിലിട്ട് കണ്ട് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾക്കും കുട്ടികൾക്കും ഉള്ളതൊക്കെ ഞാൻ ഇതുപോലെ കൈകൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കും. മറ്റാർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ കയ്യിൽ കൊണ്ടും ഒക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കുക. കാരണം എനിക്ക് ഒരാൾ കൈയിട്ടും പറ്റൂല, അതുപോലെ മറ്റാർക്കും പറ്റൂലെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ, ഷെയർ ചെയ്യൂലേ, സബ്സ്ക്രൈബ് ചെയ്യൂലേ. ശ്വാസം മുട്ടലൊക്കെ ഉണ്ടെന്നാലും ഞാൻ എന്താ പറയാ വീഡിയോ കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ച് അരച്ചിട്ട് വരാം. വെള്ളത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. മിക്സിന്റെ മൂടി നന്നായിട്ട് കഴുകണം. ഓക്കെ, നമ്മൾ ഇങ്ങനെ അടച്ചെടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. അരച്ചിട്ട് ഒഴിക്കാം. എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ചട്ടിനി കറി ഉണ്ടാക്കുക തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ കരിയുന്നതിന് മുമ്പ് അരക്ക് നമുക്ക് ഇതിൽ കൊഴിച്ചെടുക്കാം. മിക്സ് ഒന്ന് ചുവറ്റിയെടുക്കാം. തിളപ്പിച്ചെടുക്കാം. ഇതിലൊക്കെ ഓയിൽ പുരട്ടിയെടുക്കാം. ഇതിലും ഇതിലേക്ക് ഒഴിച്ചെടുക്കാം.
അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല, എനിക്കൊന്നിനും പറ്റുന്നില്ല. അപ്പൊ താൽക്കാലികത്തേക്ക് വീഡിയോ നിർത്തി വൈൻഡപ്പ് ആക്കി പോവാണ്. കുറച്ച് ഞാൻ വോയിസ് കൊടുത്തേക്കാണ്, കുറച്ച് ഞാൻ ഉണ്ടെങ്ങളോട് പറയേണ്ട വെച്ചാൽ വീഡിയോ കണ്ട് ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബോൾ പറഞ്ഞ ബട്ടൺ നിൽക്കുക. നിരന്തരം എൻ്റെ വീഡിയോ കാണാം, അത്രേ പറയാനുള്ളൂ. കമന്റുകൾ നിങ്ങൾ ഇട്ടോളി, കമന്റിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ഇഡലിയാണ്. അപ്പൊ കണ്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട്, ഇത് കാണുമ്പോൾ മനസ്സിലാവും. നല്ല നല്ല സോഫ്റ്റ് ഉള്ള ഇഡലിയാണ്. നമുക്ക് ഇത് കഴിക്കാം. ബിസ്മില്ലാഹി. സൂപ്പറാണ്, എല്ലാവരും ഉണ്ടാക്കി വെക്കാം. ഓക്കെ, സ്കൂൾ തുറക്കല്ലേ, സ്കൂളൊക്കെ തുറക്കാണ്. അപ്പൊ എനിക്ക് എല്ലാവരോടും എന്താ പറയാനുള്ള വെച്ചാൽ എല്ലാവരും നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. ഇപ്പൊ 6:30 ടൈം. 6:30 ഞാൻ ഇവിടെ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ എണീറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഓർക്കൊക്കെ ചായ കൊടുക്കാനായിട്ടുണ്ട്. ഓക്കെ, ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.